കമ്മ്യൂണിസ്റ്റുകാരോടും അർജന്റീനക്കാരോടും പറഞ്ഞേക്കാനാണ് ഇതാണ് ന്യായീകരണ തൊഴിലാളിട്ടാ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ. അതായത് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണേ. അതായത് നമ്മുടെ നാടിന്റെ കുറച്ച് കാഴ്ചകളും നമ്മുടെ നാടിന്റെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ലെറ്റ്സ് റോൾ. അപ്പൊ നമ്മളിന്ന് കാറെടുത്തിട്ടാണ് പോണേ. അതിന്റെ കുറച്ച് ചങ്ങായിമാരൊക്കെ ഉണ്ട്. അതിന് ഇപ്പോൾ വണ്ടി എടുക്കും. അപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന റീലിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ പോലത്തെ ഒരു സംഭവം ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിത് ഇങ്ങനെ വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് എന്താ പറയുക, നമ്മൾ റീലായിട്ടും അതുപോലെ തന്നെ ഷോർട്സ് ആയിട്ടും യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വണ്ടി എടുത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. ആചാരൂട്ടണ്ടേ എൻ്റെ വരുന്നുണ്ടോ ചോദിച്ചാ അഭിയോ? അഭിയുണ്ടോ? അർജോ അഭി അർജൊന്നുമില്ല, കൊമ്പില്ല. നമ്മളെ നാട് ചെറുത്തല മുട്ട. ഇവിടെ വലിയ ചെറുതാറട്ടെ വീട്ടിനടുത്ത് ഇങ്ങോട്ടേക്ക് കയറിയതാണ്. ഓക്കെ, നമുക്ക് വേറെ മണീനെ കൊണ്ടുപോകാം. നന്ദകിഷോർ എൻ്റെ ഇവിടെ ഇവിടെ മുട്ടക്ക് എടുത്തിട്ടുണ്ടോ? നമ്മള് മുരളിയേട്ടൻ്റെ മോൻ്റെ വീട്. മണിയെ ഇങ്ങനെ മണിക്കൂട്ടം പോയിട്ടുണ്ട്. ബെങ്ങാളോട്ടേ കൊമ്പേന മണി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. യൂട്യൂബിലാണ് യൂട്യൂബിൽ പോണ്ട, എനിക്കോട്ടും പോകണ്ട. നിങ്ങളെ ഒരുങ്ങി വന്നു വിളിച്ചു. ഓക്കെ, മണിക്കൂർ ഡ്രസ് മാറ്റാൻ വേണ്ടിട്ട് കട്ടാക്കുന്നില്ല പരിപാടി അധികാരം പരിപാടി നമുക്ക് എന്റെ വണ്ടി ഇതാണ് കൊണ്ടുവിന്റെ വീട്ടിലേക്ക് വന്ന് ഡ്രസ് തരുന്ന ജേഴ്സി ഇടാൻ വേണ്ടി. നല്ല മഴ കേട്ടോ, ഷൂട്ട് എങ്ങനെ നടക്കാനുള്ള നല്ല മഴയാണ്. അങ്ങോട്ടെല്ലാം മഴ ഉണ്ടോ? എന്താ അവസ്ഥ? വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം ഇല്ല, ഇതിന് തന്നെ ഇടും മാക്സിമം. നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഹലോ അർജുന മാറ്റിയാ നോക്കുവാനെ വന്ന് കറക്കൊക്കെ. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് വിട്ട് നോക്ക്. ഓക്കെ, 5 മിനിറ്റ് ആവില്ല, 50.
ഞാൻ പിള്ളേരെല്ലാം കൂട്ടി നേരം എല്ലേ കൊങ്കിയില്ല. അടുത്താണോ അതിൻ്റെ എന്നിട്ട് ഒരായിരം ഓക്കെ. ഇനി അടുത്താള് അർജുനല്ലേ കൂട്ടപ്പെടെ നമ്മളിവിടെ മാളക സ്കൂളിൽ കേട്ടോ. ഈ സ്കൂളിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തതാ കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യും. വീഡിയോ എല്ലാം നമ്മളെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ റീല്, അപ്പൊ അതിലോട്ട് അപ്ലോഡ് ചെയ്യും. അടുത്ത പോകുന്നത് നമ്മൾ നേരാ ആരോടോ അവിടെ പോണം. അവിടെ പോയിട്ട് പാലക്കാട് കുളത്തിന്റെ ഒരു വിശ്രമിച്ചാണ്. നേരെ കുളത്തിന്റെ ഗതിയിലാണ്. നമുക്ക് കുളത്തിന്റെ വിഷയം എടുക്കാം. റീലിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നേട്ടോ. അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീലിൽ അപ്ലോഡ് ചെയ്യാം. കുളം കാണിച്ചാലേ ഇറങ്ങട്ടെ. വേഗം നോക്കടാ, വാ, സമയമില്ല. കുളത്തിലേക്കുള്ള ഇതാണ് ആരോടത്തിന്റെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞോ. ആരോടെല്ലാം ഓഡിറ്റോറിയം. എന്താ അങ്ങനെ കുളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളെ വാൽക്കണ്ണാടി കുളം. ഇത് വാൽക്കണ്ണാടി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ്, അത് കൺസ്ട്രക്ഷൻ വർക്കെല്ലാം അങ്ങനെയാണ്. വാൽക്കണ്ണാടി പോലെ നടന്നുകൊണ്ടാണ് ഇതിന് വാൽക്കണ്ണാടി കുളം എന്ന് പറഞ്ഞ പേര് വന്നേട്ടോ. മഴവെള്ള സംഭരണി ഉദ്ദേശിക്കുന്നത്. പിന്നെ വള്ളി ഉറവൊക്കെ വെച്ചു മറ്റേ മഴക്കുഴി എന്തിനോടാ പറയാ? മഴക്കുഴി അല്ല, ഇത് കുളം തന്നെയാണ് ഉദ്ദേശിച്ചത്. മഴക്കുഴി ആയത്. അപ്പൊ നമുക്ക് ഇനി 2-3 ക്ലിപ്പൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാം. കുളത്തിന്റെ ആ ഒരു ഇതൊക്കെ പോയിട്ടോ. അവര് എന്തോ മഴവെള്ള സംഭരണി അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ട് അവര്. ഇത് പണ്ട് ഇത് ഇതുവരെ നിറഞ്ഞിട്ടൊന്നുമില്ല. എന്താ പറയണ്ടേ, വെള്ളമൊഴുക്ക് കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ ഇതിന്റെ കൺസ്ട്രക്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു വാൽക്കണ്ണാടി പോലെയാണ് ഇവര് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി. സംഭവം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴോട്ട്. പക്ഷെങ്കിൽ കുളത്തിന്റെ ആദ്യം വരുമ്പോൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. എന്തോ മഴവെള്ള സംഭരണയാണോ എന്താണെന്ന് അറിയില്ല. എന്തോ സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നധികം സക്സസ് ആയിട്ടില്ല. അത് നമുക്ക് ചട്ടുകപ്പാറ സ്കൂളിന്റെ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തിട്ട് പോവാം. ഞാനൊക്കെ പഠിച്ചവിടെ കേട്ടോ. ഇവരുടെ പിള്ളേരെല്ലാവരും എല്ലാവരും അവിടെ പഠിച്ച് 6ാം ക്ലാസ് മുതൽ +2 വരെ അവിടെ പഠിച്ചേട്ടോ. ചട്ടുകപ്പാറ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ, ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അവിടെ. ഇതിൻ്റെ അടുത്ത് തന്നെ അപ്പുറം തന്നെ ഒരു വെള്ളൽപ്പൻ ചാലൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. അപ്പം അടുത്ത് നമുക്ക് ചട്ടുകപ്പാറ സ്കൂള് കാണാൻ പോവാം. നമ്മളിതാ ചട്ടുകപ്പാറ എത്തിയിട്ടുണ്ട്. ചട്ടുകപ്പാറ സ്കൂളിലേക്ക് പോകണം കേട്ടോ. ചട്ടുകപ്പാറ സ്കൂളും കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാം. നിങ്ങൾ എത്ര പഠിച്ചേ ചട്ടുകപ്പാറ സ്കൂളില്? ഞാൻ പഠിച്ചിട്ടില്ല. നീ പഠിച്ചിട്ടൊന്നുമില്ല? 5 മുതൽ 21 വരെ. പിന്നെ ചട്ടുകപ്പാറ സ്കൂളിൽ ഷൂട്ട് ചെയ്തു. നേരെ അർജുനെ കൂട്ടിയിട്ട് നേരെ കുടുംബം പോവാം. കുടുംബം പോകണമെങ്കിൽ അവയ്ക്ക് കുറ്റിയാട്ട് ശ്രീകുടുംബക്കാവും. പിന്നെ അതല്ലേ അമ്പലല്ലേ, കുറ്റിയാട്ട് അമ്പലമാണ്. തൊട്ടപ്പുറം തന്നെയല്ലേ? പോകുന്ന വഴിക്ക് തന്നെയാണ് ഞാൻ പോയല്ലേ. ക്ഷേത്രല്ലേ? ആ നേരെ പോയിട്ട് അതന്നെ നേരെ പോയിട്ടല്ലോ കൊണ്ട് നമുക്ക് കുറ്റിയാട്ടൊരു കാവിലേക്കല്ല, അമ്പലത്തിലേക്ക് പോയിട്ട് കാവിലേക്ക് പോലോ, എങ്ങനെയും പോലോ. അർജുനെ കൂട്ടാൻ വേണ്ടി ഇത് കുറോട്ട് മല. അർജുനെ കൂട്ടി
അർജുനുണ്ട്. ഒരു പാട്ട് വെക്കാണ്ട് സൗണ്ട് നല്ല പാട്ട് വെക്ക നായിന്റെ മോനെ. പാട്ട് പറ ഞാൻ വിളിച്ചില്ല ഇവന്നെ വെച്ചില്ല പെച്ച പാട്ടന്നെയാ അർജു എന്തെല്ലാം ഹായ് പറ എന്റെ കൂടെ വിട്ടാണല്ലോ പറയടാ. അവൻ മറ്റേ ഇന്റർവ്യൂട്ടാ പോയത്. ഷുഗലോട്ട് അങ്ങോട്ടേക്കാ എടേ മാസം ജൂലൈ മാസാണ് അറിയില്ല. നമുക്ക് നേരെ കുറ്റാട്ടേക്ക് പോവാം. ആദ്യം അമ്പലം, പിന്നെ കാവ്, എന്നിട്ട് അവിടെ നേരെ കുറ്റാട്ട അമ്പലടാ ശിവശാസ്ത്രല്ലേ? എടാ നീയാടെ കുരുവാൻ കയറൊന്നും വേണ്ട, ഉള്ളിൽ കയറുന്നില്ല. നമ്മള് ജസ്റ്റ് വേണ്ട, കുറ്റാട്ടർ അമ്പലം വേണ്ട, കുറ്റാട്ടർ കാവ് മാത്രം മതി. മല കയറണ്ടേ? അല്ല അതിന്റെ പുറത്തുനിന്ന് തിരക്കാം. മറ്റേ ബോർഡില്ല മാത്രം കൊണ്ടുപോകാ. ഞാൻ എടുത്തു കഴിഞ്ഞ കാലത്തെ എടുത്തിട്ട് എന്നാ തരണേ. അർജുന്റെ ഉള്ള ഓക്കെ നേരെ നമുക്ക് കുറ്റാട്ടേക്ക് പോവാം. നമ്മള് നാളെ കുറ്റാട്ടർ കാവിന്റെ ഒക്കെ തന്നെ ശ്രീകുടുംബക്ക് അവിടെ ഇവിടെ കളശവും കാര്യങ്ങളൊക്കെ കണ്ണൂരൊക്കെ അറിയിക്കും. അതുപോലെ തന്നെ കുറ്റാട്ടുകാർക്കെല്ലാം അറിയിക്കും. അവിടുത്തെ അകമ്പടി കാര്യങ്ങളൊക്കെ ഫേമസ് ആണ്. നമ്മുടെ കണ്ണൂരിൽ ഫേമസ് ആണ്. കാവിന്റെ വീടെടുത്തു. ഇനി നമുക്ക് നേരെ കുടുംബങ്ങൊന്ന് പോവാം. പിള്ളേരൊക്കെ ബോർഡിന്റെ അകലൊക്കെ ഒഴിച്ചിരിക്കുന്നത് മേടിച്ചിട്ട് ബോർഡിന്റെ ഉള്ളിൽ നാളെ വരൂ ഇവൻ വരൂ ഇറങ്ങി. ഇനി അടുത്ത് നമുക്ക് നേരെ ഉടുമ്പങ്ങൊന്ന് പോവാം. അങ്ങനെ ഉടുമ്പങ്ങൊന്ന് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ കുടുംബം എത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് കയറാണ്ട് കേട്ടോ. വണ്ടി വെച്ചിട്ട് നമുക്ക് മേലോട്ട് പോവാം. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മേലോട്ട് പോവാം. ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരെ കുടുംബത്തിൻ്റെ മേലോട്ട് പോകാണ്. അപ്പോൾ അവിടുന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം. നമുക്ക് റീലിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട്. അതിന് വേണ്ടി നമ്മൾ നേരെ വന്നല്ലോ. അപ്പം അങ്ങോട്ട് കയറണം. അപ്പോൾ റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ മേലോട്ട് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ കാഴ്ചയെല്ലാം കാണിച്ചു തരാം. ഈ വഴിയാണ് നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നുണ്ടോ. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഉടുമ്പം കുന്ന്. ഇതാണ് ഉടുമ്പം കുന്ന്. വേറെ കാര്യം മുകളിലാണ് നമ്മളെ ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടോ. ഒരു 100-150 മീറ്റർ കുന്ന് കയറാനുണ്ട് കേട്ടോ. മല കയറാനുണ്ട്. മല മീൻസ് ചെറിയൊരു മല. ഇല്ല, താഴെന്ന് പറയുമ്പോൾ മേലെ കാണിച്ചു കൊടുക്കണല്ലോ അല്ലേ. ഇത് ഇവിടുന്ന് റബ്ബറിന് പാല് എഴുതാൻ നോക്കുന്നുണ്ട്. ഈ മരം ഓർത്ത് വെച്ചാൽ തിരിച്ചുമ്പോഴത്തേക്ക് അതിനകത്ത് പാല് വരും. അടിക്കുന്ന സീനാമോനെ ഇവന് റബ്ബർ ഇല്ലാത്തോണ്ടാ. എനക്ക് വന്നില്ലേ? എനക്ക് സ്വന്തമായിട്ട് റബ്ബർ ഉണ്ടാ. അനക്കുണ്ട് നടരാജിനെ റബ്ബർ.
ഈ മല ഒന്ന് മെല്ലെ മെല്ലെ കയറി കയറി അങ്ങോട്ട് പോട്ടെ. എടാ കൃഷി ചെയ്യാന്നില്ലല്ലോ, അത് നശിപ്പിക്കല്ല. പിന്നാണ്ട് ഇവനാട്ടാ എടുത്തേ ഇവിടുത്തെ റബ്ബറെല്ലാം എന്തെങ്കിലും തോട്ടം വന്നിട്ട് അല്ലോ ഇവനാണ് കണ്ടത്. അതെ ഒരു റീലിന്റെ 30 സെക്കൻഡ് വേണ്ടിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കുന്നെല്ലാം കയറി ഇങ്ങനെ ഷൂട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകണട്ടാ. അതെല്ലാവർക്കും വേണ്ടിട്ടാ, നിങ്ങൾക്ക് വേണ്ടിട്ട്, നിങ്ങൾക്ക് കാണാൻ. വെറും മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അയ്യോ കയറിക്കൊണ്ട് കേട്ടാ നമ്മള്. മേളിന്ന് മഴ കൊള്ളാണ്ട് കാണിച്ചാണ് പിള്ളേർ എന്ത് ചെയ്ത കോട്ടെടുത്തേ. കോട്ടെടുത്ത് കാറിൽ വെച്ചിട്ട് പിള്ളേർ എന്ത് ചെയ്ത മല കയറാൻ വന്ന്. അപ്പം മോളിന്ന് മഴ പെയ്താൽ എന്ത് ചെയ്യാ അവസ്ഥ. അങ്ങനെ നമ്മളിതാ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാ ഇതാണ് നമ്മള് കുടുംബത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കയറുമ്പോൾ ഒരു വ്യൂ പോയിന്റ്. നല്ലൊരു ലാൻഡ്സ്കേപ്പ് കേട്ടോ. ചങ്ങായി പറഞ്ഞു, അനിയന്റെ ചങ്ങായി പറഞ്ഞു ഇവിടെ നോക്കിയാല് ഇവിടെ എയർപോർട്ട് ആണെന്ന് പറയല്. എനിക്കൊന്നും ആവാതാകാൻ തോന്നുന്നു. എയർപോർട്ടിന്റെ ഒരു എയർപോർട്ടുള്ളത് എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? നമ്മുടെ അടുത്തുള്ളൊരു ചെറിയൊരു വ്യൂ കേട്ടോ. ഇത് കണ്ണൂരിലെ എന്ന് പറയണ്ടേ പൈതൽമലയെന്ന് വെച്ചിട്ട് ഒന്നുമല്ല, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ളൊരു നല്ല കുറ്റാട്ടൂർ അടുത്തുള്ളൊരു നല്ലൊരു വ്യൂ ആണ് ഇത്. ഉടുമ്പൻകുന്നെന്നും പറയും, ഉടുമ്പൻകുന്നെന്നും പറയും. അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ. അടിപൊളിയല്ലേ? കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പിന്നെ ഓൾറെഡി നമ്മൾ ചങ്ങായിമാർ അനിയൻ്റെ ചങ്ങായിമാരോട് ഉണ്ടായിരുന്നു. കൊള്ളാം എന്തായാലും. ഇവിടുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചോണ്ട് കേട്ടോ. എന്റെ മോൻ നിന്നെ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ കാര്യത്തിന്. എന്നിട്ട് കാര്യം വീടെത്തിരി ആർന്ന് കൈനെ കൊണ്ടാക്കാം, അതുവരെ നമ്മൾ എടുക്കാം. ആടെ വീടിനടുത്ത് ഇങ്ങനെ കാണുമെന്നാണ് ഡൗട്ടാന്ന്. കാണുമ്പോ നീ പോകാറില്ല. അയ്യോ അയ്യോ റെഫറി നമ്മളെ കളിന്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഈജിപ്തിന് മാറോടുത്തില്ല. ഈജിപ്തിന് മാറോടുത്തില്ലല്ലോ. ഫ്രാൻസിനെ രണ്ടാം സിറ്റുവേഷൻ അതെന്ത് ശരിയാണ്. അപ്പൊ നമ്മള് പിന്നെന്തുകൊണ്ടല്ലോ അപ്പൊ മറ്റവരെങ്കിലും ഫേവറീസ് അല്ലേ? ഇതാണ് ന്യായീകരണ തൊഴിലാളിട്ടാ. ഈജിപ്തിന്റെ ഗോള് എന്തുകൊണ്ട് വാറിലേക്ക് പോയില്ല? ഇപ്പറും വന്നിട്ടുള്ളേ. എപ്പറോ
ഞാൻ പറയട്ടെ, നിങ്ങൾ ഈജിപ്തും കളിച്ച് നിങ്ങൾക്ക് വാറ് തന്ന് എന്തുകൊണ്ട് ഈജിപ്തിന് വാറ് കൊടുത്തില്ല? അത് സമ്മതിച്ചു. ഗോൾ പിന്നെ ഒരു ടീം ജയിച്ചോളൂ. ഒരു ടീം ജയിച്ചില്ലേ? ഈജിപ്ത് തോറ്റില്ലേ? എന്താണ് നടക്കുന്നത്? പിന്നെ നീ കാര്യം നടക്കുന്നത്? ഒരു കളിയുടെ ചുമ്മാട്ടോ, എല്ലാരും ഫ്രണ്ട്സാണ്, ചുമ്മാ വെറുതെ പടക്കുന്നത്. 3-2 നിങ്ങൾ ലീഡ് എടുക്കുന്ന മൂന്നാമത്തെ ഗോൾ അടിച്ച് ലീഡ് എടുക്കുന്ന കളിയിൽ അതേപോലെ അവർ 2-0 നിങ്ങളെ വാത് പോയി. അതേപോലെ ഈ 3-2 ഗോളിൽ അത് വാത് പോകുന്നില്ല. അപ്പം അത് വാതല്ല. എന്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾ കമ്പാക്ക് അല്ല ഗണ്ണ് കമ്പാക്ക്, അതിനൊന്നും ഒരു സംശയമില്ല. ഗണ്ണ് കമ്പാക്ക്. മൂന്നാമത്തെ ഗോള് അതേ ഈജിപ്തിന്റെ രണ്ടാമത്തെ ഗോൾ ഡിസലവ് ചെയ്ത പോലെ വാതിലേക്ക് പോകേണ്ട ബോളോ വാത് കൊടുക്കുന്നില്ല. അതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അവര് വാറ് പറയുന്നത് സലേന്ത്യ. എന്തുകൊണ്ട് എന്നിട്ട് വാദിക്കാൻ പറയുമ്പോണ്ട് റെഡ് അതെന്താണ് ഫേവർ ചെയ്യുന്നത് പറഞ്ഞാ വീഡിയോ എടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും അർജന്റീനക്കാരോടും പറഞ്ഞേക്കാനാണ് പോർച്ചുഗലിനോട് പറഞ്ഞ കാര്യമില്ല. എല്ലാരും വെറുതെ എല്ലാരും ചങ്ങാറാത് ചുമ്മാ പണ്ട് ഇവിടെ എന്റെ ഒരു പൊന്ന് ചെയ്തൊരു വീഡിയോ ഉണ്ട്. എന്നിട്ട് ആമയും പിന്നെ തവള പിന്നെ ഒരു സിംഹത്തിലിടുന്നു കേട്ടോ. അതിലിപ്പോൾ ഏകദേശം എല്ലാം കോളായി. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ട് തന്നെ ലിങ്ക് ചെയ്യാം, പിൻ ചെയ്യാം. ഓക്കെ, അതിനകത്ത് പിന്നെ പണ്ട് ഒരു 3-4 കൊല്ലം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലർ സ്ഥലത്തിന് പറ്റി മാത്രമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. അത് എന്തായാലും അതിനകത്ത് കൊടുത്തേക്കാം. കവട വന്നില്ലേ ആടെ പണ്ട് ഇങ്ങനെ ഒരു വലുത് ആക്കിയതല്ല ആയതാന്ന് മിനുസപ്പെടുത്തി എന്തെങ്കിലും ഒരു കാലം എത്തിയിട്ട് മിനുസാക്കിയ എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ? അങ്ങനെ എന്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പണ്ട് ആൾക്കാർ. പുലിയല്ല അത്, അല്ല പുലി. പുലിയും മറ്റേ ഇംഗ്ലീഷിലായിട്ട് ഡബ് ചെയ്ത സാധനം ഓർമ്മയുണ്ട്. രണ്ടിത് ഓർമ്മയുണ്ടാ? പുലി 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 ഇതാന്തോ സ്ഥലത്ത് സിംഹല്ല നമ്മള് പറഞ്ഞ സിംഹം കേട്ടോ. സിംഹത്തിനെല്ലാം പോയി. പടം എന്നെ കുത്തിപ്പൊക്കിട്ട് വരുന്നില്ല ജിം പോയി ആയിട്ട് റൊണാൾഡോന്റെ കൂടെ കുറവുണ്ട്. എന്നോട് പറഞ്ഞാ പോലെ അപ്പൊ എനിക്ക് എന്നാ വിട്ടുവിടനോ? റൊണാൾഡോ, മെസ്സിയും ഉണ്ട്, നെയ്മറും ഉണ്ട്. റൊണാൾഡോ ഇവനാന്ന് എങ്ങനെ പറഞ്ഞു അവിടെ ഞാൻ അങ്ങനെയല്ലല്ലോ പോവാന്നല്ല പറഞ്ഞു. പറ്റുമെങ്കിൽ ഇത് നമുക്ക് കുടുംബങ്ങളോട് ചാറ്റ പറയാം. നേരെ വീട്ടിൽ പോകണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒപ്പം കുറച്ച് എന്റെ വീട്ടിൽ തിരികണം. നമ്മളങ്ങനെ വണ്ടിയിലേക്ക് എത്തി. പിന്നെ എ സിമ്പിൾ ഓഫ് ആർട്ട് ആ നമ്മളെ മ്യൂസ് ഓൺ എന്നുള്ളതിന്റെ മീനിങ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചേ വെറുതെ കിട്ടുന്ന വിചാരിച്ചേ. അപ്പൊ നേരാ വിടാം.
സൈനിങ് ഓഫ്. സൈനിങ് ഓഫ് ആയില്ല, വീട്ടിലെത്തിയിട്ട് നമുക്ക് സൈനിങ് ഓഫ് ആക്കാം. ഓക്കെ. ഇതാണ് നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് കൊണ്ടെല്ലാം കണ്ട് നമ്മളിവിടെ പാറപ്പള്ളിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ്. നല്ലൊരു ചായ കേട്ടോ ഇവിടുത്തെ. അത് ഇവിടുത്തെ ചായ കുടിക്കാറുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടിയോടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഷോപ്പ് നമ്മൾ കാപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇനിയിപ്പോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഔട്ട് ഞാൻ കാണിച്ചു തരാം. ചായ കുടിച്ച് നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചമർത്തുക, പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.